സിസ്റ്റം എന്നോടൊന്നും സംസാരിക്കുന്നില്ല, പക്ഷെ 3D മാക്സ് എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ എൻ്റെ മുഖത്തോട് നോക്കിയിട്ട് ജിജോയാണോ? ഞാൻ പറയാതെ, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ജിജോ വേറെ ആരെങ്കിലും ആയിരിക്കട്ടെ, ഞാൻ പുറകെ വരുന്നുണ്ടായിരിക്കും. ഞാൻ നമ്മുടെ KB ഗണേഷ് കുമാർ ഇപ്പോഴത്തെ മിനിസ്റ്ററുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിദേശ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന കുറേ നീഡ്സ് ഉണ്ട്. ഇതൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളിതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇത്ര ആളിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുകയും കൂടെ ചെയ്താലോ? ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറം ചിന്തിക്കുന്നൊരു മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്, മാസ്റ്റർ ബ്രെയിൻ ഓഫ് ദി ബ്രെയിൻ എന്ന് തന്നെ ഞാനത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നു. അത് വളരെ വ്യത്യസ്തമായിട്ട് അവർക്കെല്ലാവർക്കും ഒരു 0 ലെവലിൽ നിന്ന് ഒരു 100% പള്ളിക്കാർ മൊത്തം ഒറ്റയടിക്കാൻ ഇഷ്ടപ്പെടുക. അതൊരു വേറൊരു ഫീൽ അല്ലേ? കാരണം നമ്മൾ ഈ ചർച്ച ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീടെന്ന് പറഞ്ഞ ഒരു ക്ലയന്റേ ഉള്ളൂ. നമ്മളൊരു ഇത് മതം അങ്ങനെ പറയുന്നതല്ല, ബട്ട് ഈ ചർച്ച അങ്ങനത്തെ സ്ഥലങ്ങൾ ഹാപ്പനിങ് പ്ലേസ് ആണ്. കുറെ ആൾക്കാർ വരുന്ന സ്ഥലം, കുറെ ആൾക്കാർ വരുന്നത് മാത്രമല്ല, ഒരു മതത്തിന്റെ അല്ലത്, ഒരു നാടിന്റെയും എല്ലാവരുടെയും ഒരു സാധനമാണ്. അപ്പം അത് നിങ്ങൾ അത് ചെയ്തു. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂലൂസ് തിരുമേനിയുടെ ഒരു വക്കീലുണ്ട്. പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എങ്ങനെ നമ്പർ കിട്ടിയെന്നോ എന്തോന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, രാജസ്ഥാനിലൊരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്, അതൊരു പാതി ഘട്ടത്തിൽ നിൽക്കുവാണ്, അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഉടനെ ഞാൻ രാജസ്ഥാനോ നമ്മളിതെല്ലാം ഒരു കോമഡി ആയിട്ട് നമ്മുടെ ഉള്ളിനുള്ളിൽ കാണുന്നുണ്ട്. അപ്പോൾ രാജസ്ഥാനിലേക്ക് വരുന്നു. അപ്പോൾ അവിടുന്ന് പ്ലാൻ അയച്ചിരുന്നു, അവിടെ വിസിറ്റ് ചെയ്യുന്നു. അപ്പം ഇതിങ്ങനെ പോകുമ്പം ഇതെല്ലാം വായം പൊളിച്ചുകൊണ്ട് നിൽക്കുന്ന 2 വ്യക്തികളുണ്ട് വീട്ടിൽ, അപ്പനും അമ്മയും. അപ്പോഴും അതുപോലെ തന്നെ അല്ല, പിന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങി, രാജസ്ഥാനിലേക്ക് ആദ്യം വിളിക്കാൻ തുടങ്ങിയോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഈ 0യിൽ നിൽക്കുന്ന സമയത്ത് ഈ പപ്പ നമ്മളെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ പപ്പയടുത്തും മമ്മിയടുത്തും പറഞ്ഞിട്ട്, നിങ്ങൾക്കറിയാമോ ബെൻസ് കാറിൽ എന്നെ അന്വേഷിച്ച ആൾക്കാർ വീട്ടിൽ വരും കേട്ടോ. ഇതിനകത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിജോ JST ഹൗസിൻ്റെ ഓണർ ഒരു സമയത്ത് ഈ പ്ലാനും 3D എല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പുള്ളിയുടെ ബെൻസ് കാറിലാണ് വീട്ടിലോട്ട് വരുന്നത്. വളരെ പുള്ളി വീടിൻ്റെ വാതിക്ക് നമ്മുടെ വടകോട് ജംഗ്ഷനിൽ എത്തി കഴിഞ്ഞിട്ട് ഈ എഞ്ചിനീയർ ജിജോയുടെ വീട് ഏത് ജോമോന്റെ വീടാണോ? അപ്പം അങ്ങനെ അന്വേഷിച്ചൊരു ബെൻസ് വീട്ടിലേക്ക് വരുന്നു, വീടിന്റെ വാതിക്ക് ബെൻസ് വരുന്നു. അപ്പം ബെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇപ്പോഴൊരു വികാരമാണല്ലോ. അപ്പോൾ പപ്പ ഇങ്ങനെ പുള്ളി എൻ്റെ റൂമിൽ വന്നിരുന്നിട്ടാണ് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോഴും ഞാനൊരു റൂമിൽ കട്ടലിൻ്റെ സൈഡിൽ സിസ്റ്റവും വെച്ചുകൊണ്ട് മൗസും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ട്, മോനെ നീ നല്ല കഴിവുള്ളൊരു പയ്യനാണ്, നീ പക്ഷെ ഇങ്ങനൊന്നും ഇരിക്കാനുള്ളതല്ല, നീ ഇറങ്ങുക, നീ ഇങ്ങനെ. അല്ലേ ഇപ്പോഴും ആ ഒരു ടിപ്പിക്കൽ ചിന്താഗതി ഉണ്ട്. കാരണം സിസ്റ്റത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുന്നിൽ കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുന്ന ആള് ഒന്നും ചെയ്യുന്നില്ല, അങ്ങനത്തെ. പക്ഷെ ഇപ്പൊ മാറി. ഞാനിങ്ങനെ റൂമിനകത്ത് കുത്തി ഇരിക്കുകയാണ്. അപ്പം പറഞ്ഞു, നീ ഇങ്ങനെ ഇത്രയും കഴിവുള്ള ചെറുക്ക് വീട്ടിലിരുന്നാൽ മതിയോ, നീ പുറം ലോകത്തോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ ഒരു സൈഡിൽ കൂടെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ കൂടെ നടക്കുന്നു. ശ്രീവിനായകയുടെ ഒരു പ്രൊജക്റ്റുകൾ ഒരു സൈഡിൽ കൂടെ വരുന്നു. രാജസ്ഥാനിൽ അതൊരു 7000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആശ്രമമോ, അത് രാജസ്ഥാൻ മാതൃകയിലാണ് നമ്മൾ ചെയ്യുന്നത്, അതൊരു സൈഡിൽ കൂടെ നടക്കുന്നു. പിന്നെ ഒരു പേപ്പർ മില്ല് പള്ളിയുടെ ഒരു വർക്ക് ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. അപ്പോൾ ഒന്ന് കുറച്ചും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ ഒരു തോന്നലൊക്കെ വന്നു. ഒന്നും തോന്നുന്നില്ല, എനിക്ക് ഇരിക്കാനും നിൽക്കാനും സമയമില്ല, പക്ഷെ 5 പൈസ ഇല്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് രാജസ്ഥാനിലെ വർക്ക് തീരുന്നു. രാജസ്ഥാനിലെ വർക്കിന് കൂതാശിക്ക് പോകുന്നു. ബാബത്തിരുമേനയുടെ മൊമെന്റ് കിട്ടുന്നു. അതൊക്കെ ഒരു ഭയങ്കര എന്നെ തന്നെ ഞെട്ടിച്ച ഒരു സാധനങ്ങളാണ്. അപ്പോൾ അവിടെ രാജസ്ഥാനിൽ സണ്ണെന്ന് പറഞ്ഞൊരു സണ്ണെന്നോ സൂര്യ എന്നങ്ങോട്ട് പറഞ്ഞൊരു വലിയൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടിയിട്ട് ജിജോയ്ക്ക് വേണ്ടിയൊരു, ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്നറിയാമോ, ഞാൻ നമ്മുടെ അഹമ്മദാബാദിൽ ഫ്ലൈറ്റിൽ ഞാൻ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ചോണ്ട് ജിജോ ജോർജ് എന്നൊരു ബോർഡ് വെച്ചോണ്ട് ഒരാൾ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ട്രോളി തള്ളിക്കൊണ്ട് വന്നിട്ട്, ട്രോളിയൊന്നും ഇല്ല, എൻ്റെ ഒരു ബാഗേ ഉള്ളൂ. ഞാൻ ജിജോ ജോർജ് എന്ന് പറഞ്ഞാൽ ഏതോ വലിയ മഹാൻ ഇതിനകത്ത് വരുന്നുണ്ടെന്ന് തോന്നുന്നു, എന്തോ വേറെ ആരോ, നമുക്കൊരു അങ്ങനെ ചിന്തയില്ലല്ലോ.
അപ്പം ഞാനിങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ എൻ്റെ മുഖത്തോടൊക്കെ ഒരു ജിജോ ആണോ? ഞാൻ പറയാം അതെ, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ജിജോ വേറെ ആരെങ്കിലും ആയിരിക്കട്ടെ, ഞാൻ പുറകെ വരുന്നുണ്ടായിരിക്കും. അതല്ല അങ്ങനെ പറഞ്ഞു, സത്യമായിട്ടുള്ള കാര്യമാണ്. പട്ടാഴിക്കാരൻ ആരാണ്ടായിരുന്നു ഈ പ്ലക്കാർഡും പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അല്ല, തിരുമേനി പറഞ്ഞു വിട്ട ആളാ. തിരുമേനി പറഞ്ഞിട്ട് അബൂ റോഡിൽ ഇതുപോലെ ആശ്രമത്തിൻ്റെ അത് ഞാൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആള് ഞാനാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നെ ഒരു കാറിൽ വിളിച്ചുകൊണ്ട് പോന്നു. ഇതൊക്കെ ഞാൻ തന്നെ ആണോ എന്നുള്ളത്. നമ്മളപ്പോഴും മറ്റേ ഏത് നാഗർകോവിലില് മലയാളം മണ്ടയ്ക്ക് അവിടുന്നുള്ള സാധനം കിട്ടും. അപ്പം ആ ഒരു രീതിയിലേക്ക്, കാരണം ഞാൻ കൊടുക്കുന്ന റിസൾട്ടുകളല്ല അതുപോലെ അവർ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മളിങ്ങനെ ഓരോന്ന് നമ്മൾ ചിന്തിക്കുന്നതും ഇതും അവർക്ക് വേണ്ടുന്നതിനേക്കാട്ടിലും വലുത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു സ്വീകരണം കിട്ടിയെന്നാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ സണ്ണെന്ന സൂര്യ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു റിസോർട്ടിൽ എനിക്ക് വേണ്ടി ഒരു റൂം, ഭാവത്തിരുമേനിയുടെ റൂം അപ്പുറത്ത്, തൊട്ടിപ്പുറത്ത് ജിജോയുടെ റൂം, എന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അവിടെ നിന്നൊരു മൊമെൻ്റ് കിട്ടുന്നു. അതും വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ വരുന്നു. അപ്പം അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഒരു 2 ദിവസം കഴിയുമ്പോൾ എന്നെ ഇടുക്കിയിൽ നിന്നൊരു പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. ഇതുപോലെ അടുത്തൊരു ടാസ്കിലേക്ക് വരുന്നു. ഇടുക്കിയിൽ നിന്ന് തന്നെ പുള്ളിക്കാരൻ അടുത്തൊരു പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. അത് കഴിയുമ്പോൾ തൃശ്ശൂർ ഒരു പള്ളിയിൽ നിന്ന് വിളിക്കുന്നു. അപ്പോഴത്തേന് പിന്നെ ഞാൻ ചിന്തിക്കാത്തതുപോലെ എന്നെ വേറൊരു വഴിയിലൂടെ ആരൊക്കെയോ അങ്ങ്. അപ്പം ഈ കമ്മിങ് ടു ദ പോയിന്റ്, ഈ അപ്പൊ M3യുടെ ഒരു വാല്യൂ എങ്ങനെ മാറുന്നത്? M3യുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ആക്ച്വലി M3 ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ തുടങ്ങുന്നത്. ഈ JS സ്റ്റീൽ ഹൗസിന്റെ വീട് വെക്കുന്ന സമയത്ത് പുള്ളി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്തുവാടേ ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുമ്മുണ്ടോ, കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആർക്കിടെക്ട് ഫേം ആണെന്നൊക്കെ തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ഞാൻ അതിനൊരു പേരിടുന്നുണ്ട്, M3 ഡിസൈനിങ് സ്റ്റുഡിയോ. പക്ഷെ അത് മാർക്കറ്റിൽ സംഭവമാണ്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്ലാൻ വരയ്ക്കുന്നത് അല്ലെ 3D വരയ്ക്കുന്നത് ആണെന്ന് ആരും മനസ്സിലായി. സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഫോട്ടോ എടുക്കുന്ന അപ്പോൾ പറയുന്നത് കൊച്ചുകൂടെ ജോലി ടിച്ചാൻ്റെ മോൻ സ്റ്റുഡിയോ ആണ്. ആ ഒരു രീതിയിലാണ് എന്നെ കാണുന്നത്. അപ്പനും പറഞ്ഞു എന്തുവാടേ എന്തൊരു കൺസ്ട്രക്ഷൻ എന്നൊക്കെ ഇടടേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴും എനിക്ക് കൺസ്ട്രക്ഷൻ ഇടുന്നതിനകത്തോട്ട് യാതൊരു താല്പര്യം. കാരണം നമ്മൾ കൺസ്ട്രക്ഷൻ അല്ല, നമ്മൾ അതിനും അപ്പുറം ഡിസൈനിങ്ങും എല്ലാം നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒന്നിലല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളിങ്ങനെ. അപ്പം ഈ സ്റ്റുഡിയോ എന്നുള്ള പേര് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഉടനെ പിന്നെ എൻ്റെ സ്വപ്നം ഒരു ആർക്കിടെക്ട് ആകുക എന്നുള്ളതിലായിരുന്നു. അപ്പം M3 ആർക്കിടെക്ട്സ് എന്നൊരു പേരിലേക്ക് പോകുന്നു. ആ ഒരു പേരിൽ നമ്മളിങ്ങനെ കുറേ നാൾ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മളിലേക്ക് ഇങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇങ്ങനെ നമ്മുടെ അധ്യാപകനായിട്ടിരുന്ന് ആള് M3 എന്ന് പറയുന്നൊരു ആർക്കിടെക്ട് ഫേം തുടങ്ങി. അതെ, ഇത്രയും വർക്കുകൾ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇതെല്ലാം ആക്ച്വലി ഇത് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലല്ലേ ഇതൊക്കെ സ്വിച്ച് ഇട്ട ലൈറ്റ് പോലെ സാധാരണ ഒരാളുടെ ഒരു ലൈഫിൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. ഇല്ല, ഇതിങ്ങനെ ഓരോന്നോരോന്ന് എന്നെ തേടി ഇങ്ങനെ വരുവാണ്. ഞാൻ തന്നെ ശരിക്കും ഇനി എന്താണ് എന്നെ തേടി വരുന്നത് എന്ന് നോക്കി നമ്മളിങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഒരു 6-7 പള്ളികളുടെ ഡിസൈനിങ് വരുന്നു. പിന്നെ പക്ഷെ അങ്ങനെല്ലാം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഒന്നും ചെയ്യാനെന്ന് മാത്രമല്ല നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ പറഞ്ഞിട്ട് തൃശ്ശൂർ ഒരു പള്ളിക്കാരൻ നമ്മൾ രാജകീയമായിട്ട് അവിടെ സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ എന്തുവാടേ ജിജമാൻ ആ ഒരു രീതിയിലുണ്ട്. പക്ഷെ എനിക്കിതിനകത്ത് വിഷമമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ജേർണി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് M3 ആർക്കിടെക്ട്സ് അങ്ങനെ ഒരു പേരിലേക്ക് വരുന്നു. അങ്ങനെ ഞാൻ പടിഞ്ഞാറത്തെരുവിൽ ഒരു ഓഫീസ് ഓപ്പൺ ചെയ്യുന്നു. ഫസ്റ്റ് ഓഫീസ് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം റൂമിൽ ഒരു ഓഫീസ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസായിട്ട് ഞാൻ പിന്നെ എൻ്റെ ചേട്ടൻ്റെ വീടിൻ്റെ ഒരു റൂമാണ് പിന്നെ എൻ്റെ ഒരു ഓഫീസായി മാറുന്നത്. ആ ചേട്ടൻ്റെ വീടിൻ്റെ റൂമിൽ നിന്നും ഞാൻ പടിഞ്ഞാറത്തെരുവിലൊരു കുഞ്ഞൊരു റൂം എടുക്കുന്നു. അവിടെ വരുന്നു. അവിടെ എനിക്ക് ഒരു സ്റ്റാഫ് ആവുന്നു, 2 സ്റ്റാഫ്, ഓഫീസ് സ്റ്റാഫ് ആവുന്നു. ഫസ്റ്റ് ഓഫീസ് അല്ലേ അത്? അതെ, എത്ര ഓഫീസ് ഉണ്ട് കൊട്ടാരക്കര? ഇപ്പം നമുക്ക് 3 ഓഫീസ് കൊട്ടാരക്കര തന്നെ. വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ JS സ്റ്റീൽ ഹൗസിൻ്റെ വീടിൻ്റെ വർക്കിൻ്റെ സമയത്ത്
എനിക്ക് തമിഴ്നാട്ടിലൊരു മേശിരിയിലെ നമ്മുടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കും, എന്താ പറയുന്നത്, അവനൊരു വഴി കാണിച്ചു കൊടുക്കണം, എന്തായാലും അവനിങ്ങനെ എന്നാ എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയൊരു മേശിരിയെ എനിക്ക് കിട്ടുന്നു. അതൊരു അസറ്റാണല്ലേ, നമ്മുടെ എപ്പോഴും നമ്മുടെ ഒരു ഫേമിന് വേണ്ടി. അതെ, നമ്മുടെ സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു വലിയ അസറ്റാണ്. അതെ അതെ അതെ, അങ്ങനെ എനിക്കൊരു മേശിരിയെ കിട്ടുന്നു. മേശിരി അത് എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ചേട്ടന്മാരുണ്ട്, അദ്ദേഹത്തിൻ്റെ അനിയന്മാരുണ്ട്, ഒരു ഫാമിലി. ബംഗാളികൾ എന്ന് പറയുന്ന ഒരു വലിയ സമൂഹം, തൊഴിലാളികൾ. അതെ അതെ, അങ്ങനെ ഒരു വലിയ സമൂഹം എൻ്റെ കൂടെ ഉണ്ട്. ബീഹാറികളുണ്ട്, അവരെല്ലാം എല്ലാവരും ഫാമിലിയാണ്. ഞങ്ങളെല്ലാവരും ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കാൻ ഇങ്ങനെ ഓരോന്ന് ലേബർ കോൺട്രാക്ട് എടുത്തു തുടങ്ങി, അങ്ങനെ ഓരോന്ന് എടുക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീട് വെക്കുന്നു, അത് കണ്ടിട്ട് അടുത്ത ആൾ വിളിക്കുന്നു. അങ്ങനെ അങ്ങനെ അല്ല, അങ്ങനെയല്ല, ഇങ്ങനെ വരുന്ന സമയത്താണ് എൻ്റെ വലിയൊരു അംബീഷനായിരുന്നു ഗൂർഖ എന്ന് പറഞ്ഞിട്ട് ഫോഴ്സിന്റെ ഒരു കൊട്ടാരക്കരേനെ അല്ല, ഇത് ഞാൻ എടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫസ്റ്റ് ഗൂർഖ, അതായത് അത് എടുക്കുന്നത് ഞാനാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് റെഡ് വണ്ടി എടുക്കുന്നത് ഞാനാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സംഭവം ബാക്കിയുള്ളവർക്ക് സംഭവം EMI അടയ്ക്കാൻ പൈസ ഇല്ല, പക്ഷെ നമ്മള് EMI അടയ്ക്കാൻ സത്യം പറഞ്ഞ പൈസ ഇല്ല. പിന്നെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക്. പക്ഷെ അതെല്ലാം അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം എല്ലാം ഒരു പവർ ഉണ്ടല്ലേ, കാരണം എല്ലാം നമുക്കത് A to Z കാര്യങ്ങൾ അത് ചെയ്ത് ഇത്രയും സ്റ്റാഫിനെ നമ്മളത് അവരെയൊക്കെ ക്രോഡീകരിച്ച് ഇത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത് സക്സസ്ഫുൾ ആയിട്ടൊരു അവസാനത്തെ എന്ന് പറയുമ്പോൾ ഒരു ക്ലയന്റിന്റെ ഒരു ചിരിയിലാണല്ലോ അത് അവസാനിക്കുന്നത്. എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ക്ലയന്റിന്റെ ചിരി അല്ല കിട്ടുന്നത്. ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് പള്ളികളാണ്. അപ്പോൾ ഒരു വലിയ സമൂഹത്തിന്റെ ചിരി എനിക്ക് വളരെ മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു മറ്റേ സംഭവം പള്ളിക്കകത്ത് കയറുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. ഞാൻ ഡിസൈൻ ചെയ്ത്, അതായത് എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റൂമിൽ എൻ്റെ ലാപ്ടോപ്പിൽ ഞാനിരുന്ന് ചിന്തിച്ച് വരച്ച ഒരു ഡിസൈൻ ഒരു സമൂഹത്തിന് മുന്നിൽ, ഒരു നാടിൻ്റെ മുന്നിൽ ആ ഒരു രീതിയിലേക്ക് ഒരു സ്ട്രക്ചറായിട്ട് മാറുമ്പോൾ ഇതിങ്ങനല്ല, ഇതിങ്ങനെ വേണം, അല്ലെങ്കിൽ ഇതിങ്ങനെയാണ്, അത് ഇങ്ങനെ വേണം, മജീഷ്യനെ പോലെ അതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനകത്ത് ഞാനത് ബിൽഡ് ചെയ്യുന്നു. മേശരിമാരാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ എൻ്റെ ആണ്. അപ്പം അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഒരു അത്ഭുതമാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു പോസിറ്റീവായിട്ട് നമ്മളിലേക്കാണല്ലോ എപ്പോഴും നോക്കേണ്ടുന്നത്. എൻ്റെ ഒരു എപ്പോഴും ഞാൻ കാണുന്നൊരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരു തുറന്ന പറച്ചിലൂടെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹത്തിന് എന്താണ് അതെ 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 അതെ. അപ്പം ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ചക്കുരിക്കിൽ നമ്മളൊരു വീട് ചെയ്തിട്ടുണ്ട്. ചക്കുരി റജി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 2 തവണ വീട് വെക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ നിന്ന് നാട്ടിൽ വരുന്നുണ്ട്. അപ്പം അദ്ദേഹം ഓരോ സമയത്തും ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സാധനം എങ്ങൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചക്കുവരിക്ക മർത്തോമ പള്ളിയുടെ പാഴ്സണേജ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പോൾ നമ്മുടെ കുറേ ഐഡിയാസ് വെച്ചിട്ട് പള്ളിക്കാർക്ക് തോന്നി അവനൊരു ബുദ്ധിയുള്ളൊരു കൊച്ചിറക്കനാണെന്ന് തോന്നിയിട്ട് ഈ റജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചേട്ടനുണ്ട്. ചേട്ടൻ പറഞ്ഞിടാ, നമ്മുടെ പള്ളിയുടെ പാഴ്സൺ ഒരു എഞ്ചിനീയറുണ്ട്, നീ അവനോട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി നാളെ കയറി പോവാം. അപ്പം ഇന്ന് വൈകിട്ട് ഞാൻ ജസ്റ്റ്, അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല. അപ്പം ഞാൻ അവിടെ ചെന്ന് കയറിയിട്ട് അച്ഛാ എന്തോ വേണ്ടുന്നേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറി ചെല്ലുന്നു. അപ്പം പുള്ളി ഇങ്ങനെ വേണം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഒരു 2 ദിവസത്തിനകത്ത് ഞാനൊരു 3D ഡിസൈൻ ചെയ്ത് തരാമെന്ന് പറയുന്നു. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ പുള്ളി എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കുന്നു. അപ്പോൾ അച്ഛൻ്റെ വൈഫുണ്ട്, ചേച്ചിയുണ്ട്. ചേച്ചി പറഞ്ഞു, ജിജോ ഇങ്ങനെ തന്നെ, ഇനി ഇങ്ങനെ കൂടെ ഇനി അങ്ങനെ നോക്കുന്നത് അത് ഡെവലപ്പ് ചെയ്യുന്നു. അത് ഒരു 1 മാസത്തിനകത്ത് അത് വർക്കൗട്ടാണ്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലയൻറ്റ് എന്താണോ ആഗ്രഹിച്ചത് ബിയോണ്ട് എക്സ്പെക്ടേഷനിൽ നമ്മളത് കൊടുത്തു. അത് ആ റബ്ബർ തോട്ടത്തിനുള്ളിൽ അതൊരു 1 വർഷത്തിനകത്ത് അതങ്ങ് ഫുള്ളി ഇതായിട്ട് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
അവർക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു ആ വീട്. അങ്ങനെ നമ്മൾ കുറേ യുണീക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറെ വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഇതുവരെ പോലും എൻ്റേത് ആദ്യത്തെ സോഷ്യൽ മീഡിയയിലോട്ടുള്ള എൻ്റെ, പിന്നെ ഞാൻ തന്നെ ജോലി എടുക്കുന്ന കുറേ ഈ റീൽസൊക്കെ ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു രീതിയിലോട്ട് നമ്മൾ ഒരു അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഈ പള്ളിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ സപ്ലിമെന്റിന്റെ പരസ്യം മേടിക്കാൻ വേണ്ടി നടന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പരസ്യങ്ങൾ സപ്ലിമെന്റിൽ ഇതുപോലും കൊടുത്തു, M3 എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എന്താ അറിയില്ല, ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു കമ്പനി ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഞാൻ ഇത്രയധികം പ്രോജക്റ്റുകൾ ചെയ്തു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ സത്യസന്ധമായിട്ടുള്ള പെർഫോമൻസ് കണ്ടിട്ട് അദ്ദേഹം ലവൻ കൊള്ളാടെ എന്ന് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഞാൻ ഇപ്പൊ ഈ നിമിഷം വരെയും നിൽക്കുന്നത്. ഞാൻ എന്ത് പറയുന്നത്, നമ്മുടെ ഒരു ആദ്യത്തെ ഒരു സംരംഭമാണിത്. എനിക്കൊരു വെബ്സൈറ്റ് ഇല്ല, എനിക്കൊരു ഫേസ്ബുക്ക് പേജ്, നമ്മളിലെ ആഡ് പേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടൊരെണ്ണം ചെയ്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിട്ട് എനിക്കതൊന്നും സമയമില്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും എനിക്കില്ല. ഞാൻ തന്നെ റീൽസ് എടുക്കുന്നു ഇടുന്നു എന്നുള്ള അല്ലാതെ എനിക്കങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ഇതൊക്കെ വേറൊരാളാണ് ചെയ്യുന്നതെന്നുള്ളത് പോലും എനിക്കൊരു ബോധ്യമില്ല. കാരണം ഞാൻ എൻ്റെ വർക്കുകളിലായിരുന്നു ഓരോ ടൈമിൽ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഉറങ്ങാറില്ലായിരുന്നു 4 മണിക്കൂർ. അങ്ങനെ എൻ്റെ ബോഡി ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് മാറി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ ഞാൻ എന്താ പറയുന്ന ഒരു സൗണ്ട് മാറി കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഓഫീസ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ, എനിക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഈ സിസ്റ്റം അടുത്തില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ചെയ്തില്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷെ സിസ്റ്റം എൻ്റെ ഏറ്റവും വലിയൊരു പാർട്ട്ണറായിട്ട് എനിക്ക് മാറി. സിസ്റ്റം എന്നോടൊന്നും സംസാരിക്കുന്നില്ല, പക്ഷെ 3D Max എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയറുകൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. എനിക്ക് അവരില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഇനി എൻ്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു മുറി, ഒരു എന്താ പറയുന്നത്, ഒരു 75 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു റൂമായിരുന്നു എൻ്റെ ഒരു ഓഫീസ്, ആദ്യത്തെ ഓഫീസ് എന്ന് പറയുന്നത്. ആ ഒരു ഓഫീസ് ഷട്ടർ ഇട്ടൊരു റൂമാണ്. അതിനകത്ത് ഒരു വെന്റിലേഷൻ വിൻഡോയേ ഉള്ളൂ. പക്ഷെ ഞാൻ വൈകിട്ട് വീട്ടിൽ പോകത്തില്ല. ഞാൻ അതിനകത്ത് ഷട്ടറും പൂട്ടി അതിനകത്ത് കിടന്നുറങ്ങും, രാത്രി എഴുന്നേക്കുന്നു ചെയ്യുന്നു. ആ ഒരു രീതി. രാവിലെ ഓഫീസിൽ എൻ്റെ സ്റ്റാഫ് വരുമ്പോൾ ഞാൻ ശരിയെന്ന് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി അങ്ങ് പോകുന്നു. അങ്ങനെയൊക്കെ ഞാൻ മാറി. ആ സമയത്ത് നമ്മൾക്കിങ്ങനെ വർക്കുകൾ ഒരുപാട് വന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ വർക്ക് ടയേർഡ്സിൽ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ. അങ്ങനെ നമ്മളിത് ചെയ്തു ഒരുപാട് എന്താ പറയുന്നേ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരല്ലേ, അദ്ദേഹമൊക്കെ പറയുന്നത് ശരിക്കും അദ്ദേഹമൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ ആയിരുന്നല്ലോ എന്നാണ്. അതായത് പറയണമെന്നുള്ള ഒരു സാധനമൊക്കെ നമുക്ക് തോന്നി. അദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പോലെ ആവാൻ ഇപ്പോൾ ഉള്ളവർ അദ്ദേഹത്തെ പോലെ ആവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ കഥ കേൾക്കുന്നതിന് മുമ്പേ അദ്ദേഹം സഞ്ചരിച്ച അതേ വഴിയിലൂടെ സഞ്ചരിച്ച് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത സമയത്താണ് നമ്മുടെ എന്താ പറയുന്നത്, ഈ 1 വർഷം കഴിയുമ്പോൾ നമ്മൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെയും കൊണ്ട് ഇത് ചെയ്തിട്ട് നമ്മൾ എഴുതിയെടുക്കണമല്ലോ. GST അല്ല, അതിന് വേറെ എന്തോ ഒരു പേര് പറയല്ലോ. ITR ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ITR ഫയൽ ചെയ്യുന്നുണ്ടോ? ITR അതെന്തുവാണ്? നമുക്ക് അങ്ങനെ അഡ്വൈസ്. എനിക്ക് കാശ് മേടിക്കാനുള്ള സാറേ, എനിക്ക് കഴിക്കാനല്ല, വായിക്കാൻ അറിയത്തില്ലല്ലോ എന്നുള്ളൊരു അപ്പോൾ അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പരിചയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇതിങ്ങനല്ല പോകേണ്ടുന്നത്, ഇതിങ്ങനെ പോകണം. ജിജോ ഇപ്പം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ഫേമാണ്, ഇത് ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ളൊരു പോക്കാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരു അഡ്വൈസ് കിട്ടുന്നു. തിരുവനന്തപുരത്ത് നിന്നൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കിട്ടുന്നു. അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നുള്ളൊരു ആശയത്തിലേക്ക് വരുന്നു. അപ്പോഴും എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അതിന്റെ ബാധ്യതകൾ എന്താണ്, ആരാണിത്, എന്താണ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വൈസ് കിട്ടുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വീക്കായി കിടക്കുമായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിലൊന്നും നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ കൂടെ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ M3 ക്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റൂമിനുള്ളിൽ തുടങ്ങിയ ഒരു സംഭവം, തമാശയ്ക്ക് തുടങ്ങിയൊരു സംഭവം, ആഗ്രഹം കൊണ്ട് തുടങ്ങിയൊരു സംഭവം
സ്വപ്നങ്ങൾ കൊണ്ട് തുടങ്ങിയൊരു ഒരു സംരംഭം ഇന്ന് നമ്മുടെ കമ്പനിയുടെ പേര് M3 ഇന്റർനാഷണൽ പ്രൈവറ്റ് ഫൈനലി അത് നമ്മൾ റിവീൽ ചെയ്യാണല്ലേ. അത് നമ്മൾ ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞൊരു എക്സ്ക്ലൂസീവ് ആക്ച്വലി. അതെ 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 അത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇന്ന് ആ ഒരു തരത്തിൽ എന്താണ് M3 ഇന്റർനാഷണൽ, എന്താണ് M3 ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? വാട്ട് M3 ഉണ്ട്. ഇപ്പോൾ റിലയൻസ്, ടാറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ വലിയ ബിസിനസ് ടൈക്കൂൺസ് ഉണ്ട്. പക്ഷേ കൊട്ടാരക്കരയിൽ നിന്നും വൺ മാൻ ആർമി ആയിട്ടുള്ള ജിജോ മോഹനിലൂടെ ഈ വൺ മാൻ ആർമി എന്ന് പറഞ്ഞ സമയത്തുണ്ടല്ലോ എനിക്കൊരു വർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇടമൺ എന്ന് പറഞ്ഞൊരു പള്ളിയുടെ വർക്ക് എൻ്റെ കയ്യിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് പോകുന്നുണ്ട്. അത് പോകുന്നതിൻ്റെ കാര്യം അവിടുത്തെ പള്ളി പൊതുയോഗത്തിൽ പറയുന്നൊരു കാര്യം, അവനൊരു വൺ മാൻ ഷോയാണ്. അതാണ്, ഒരു ടീമില്ല, ഒരു വൺ മാൻ ഷോയാണ് അവൻ കാണിക്കുന്നത്. അവനെയൊക്കെ ഇത് ശരിയാവും. പക്ഷേ എനിക്ക് ഇപ്പോഴും അഭിമാനിക്കുന്ന ഒരു കാര്യം, അതിനേക്കാട്ടിലും എന്നെ ഉപരി ഇപ്പം അജിത് വിനായക എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ അല്ലെങ്കിൽ ശരത്തേട്ടൻ എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വളരെ ഓപ്പണായിട്ട് ഈ വർക്കെല്ലാം കഴിഞ്ഞ സമയത്ത് വീണ്ടും ഞാൻ പ്രൊപ്പോസലോട്ട് വരിക, കാരണം അതെനിക്ക് കളയാൻ പറ്റത്തില്ല. സമയത്ത് ഞങ്ങൾ ഭയങ്കര തിക് ഫ്രണ്ട്സാണോ അല്ലെങ്കിൽ ജ്യേഷ്ഠൻ അനിയന്മാരാണോ എന്തൊന്നും എനിക്കറിയത്തില്ല ഇപ്പോഴും. ഞാൻ ശരത്തേട്ട നിങ്ങൾ എന്തോ കണ്ടിട്ടാ എനിക്ക് ഈ വർക്ക് തന്നേ? ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ ചോദിക്കും, കാരണം എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ എനിക്ക് ഈ വർക്ക് തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, കോണ്ടാക്ട് ഇല്ലല്ലോ. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് എനിക്ക് ഈ വർക്ക് തന്നേന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ശരത്തേട്ടൻ എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ ഉണ്ട് ക്ഷീണിച്ചവൻ്റെ ഇന്ന് ഉരുള മേടിക്കണോ ഒരു പഴഞ്ഞുണ്ട്, നീ എന്തായാലും ഭയങ്കര സ്വപ്നം കൊണ്ടും ഞാനത് പറയുമ്പോഴല്ലേ ഒരു 100 ജീവനായിട്ടാണ് ഇതിനെ പറയുന്നതും അത് എന്തോ നടന്ന ഒരു സാധനമായിട്ടാണ് ഞാനത് അവരുടെ മുന്നിലെല്ലാം പറയുന്നത്. അവർക്ക് പോലും ഇല്ലാത്തൊരു താല്പര്യത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നിനക്കെന്തോ ഇതിനകത്തൊരു ആഗ്രഹം ഉള്ളതുപോലെ എനിക്ക് തോന്നി, അങ്ങനെയാണ് എനിക്ക് തന്നതെന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഓരോ ക്ലയൻസും അവരാഗ്രഹിക്കുന്നതിനെക്കാട്ടിലും വലിയൊരു സാധനമാണ് നമ്മുടെ മനസ്സിൽ. അതേ ഇപ്പോൾ ഒരു എന്താ പറയുന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വെക്കണം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ നമ്മുടെ ഭദ്രാസനത്തിൽ നിന്ന് ഒരു 10 വീട് വെച്ച് കൊടുക്കുന്നു. അതിൻ്റെ പ്ലാനെല്ലാം വരച്ചത് ഞാൻ 500 സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഇതാണ്. 500 സ്ക്വയർ ഫീറ്റേ ഉള്ളെങ്കിലും നമ്മളതിനെ എങ്ങനെ മനോഹരമാക്കാം, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ്റെ വീടാണ് എങ്ങനെയെങ്കിലും മതി എന്നുള്ളതല്ല. അവർ ചിന്തിക്കുന്നതിനെക്കാട്ടിലും പാഷനേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഇതെല്ലാം എനിക്കങ്ങ് ആർത്തിയാണ്, എന്തുവാ എനിക്കിത് ചെയ്യണം, എൻ്റെയാണിത്, ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കെന്തോ ഒരു അതെല്ലാം നടന്നു. ഇതെല്ലാം ഈ ക്ലയൻറ്റിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുമ്പം ഇതിപ്പോൾ ഞങ്ങളാണോ വീട് പണിയുന്നത്, ജിജോയാണോ വീട് പണിയുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് അതിനെ പറയാം. എൻ്റെ ഒരു ആർത്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ ഗ്രോത്ത് എല്ലാം ജിജോ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഗ്രോത്തൊക്കെ കണ്ട് നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ദിവസമാണ് M3 ഇന്റർനാഷണൽ എന്ന് പറയുന്നൊരു പേര് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കുറേ ലോഗോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ആ ഒരു ടൈം തൊട്ട് ക്യൂരിയസ് ആണ്, വാട്ട് ഈസ് M3 ഇന്റർനാഷണൽ, വൈ യു ചൂസ് ആ ഒരു പേര് എന്തിന് ചൂസ് ചെയ്തു? വേറെ എന്തൊക്കെ ഇടാം, M3 ബിൽഡേഴ്സ് അല്ലെങ്കിൽ വൈ M3 ഇന്റർനാഷണൽ? M3 ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈനിങ്ങിൽ തുടങ്ങി ഇൻറ്റീരിയർ ഡിസൈനിലെത്തി, പിന്നെന്താ കൺസ്ട്രക്ഷൻ ഫുള്ളി നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തു ഒരു താക്കോല് കൈ കൊടുക്കുന്ന രീതിയിലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയായി നമ്മളതിനെ മാറ്റുന്നു. അങ്ങനെയാണ് M3 ആർക്കിടെക്ട് എന്നൊരു ഫേമിലേക്ക് എത്തുന്നത്. പിന്നെ എനിക്ക് കിട്ടിയ അഡ്വൈസ് അനുസരിച്ച് എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞ അനുസരിച്ച് നമ്മളതിനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് അതിനെ മാറ്റുന്നു. അപ്പോൾ അങ്ങനെ ഒരു പേരിലേക്ക് മാറുമ്പോൾ അപ്പം നമ്മൾ വളരുകയാണല്ലോ, നമ്മുടെ ഗ്രോത്ത് ആണല്ലോ, നമുക്ക് സാമ്പത്തികമായിട്ടായാലും നമ്മുടെ ചിന്താഗതിയാണെങ്കിലും നമ്മൾ നിരന്തരം കണ്ടുമുട്ടുന്ന ആൾക്കാരാണെങ്കിലും മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ കൺസ്ട്രക്ഷൻ്റെ ഡിഫറെൻറ്റ് വേയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതിനോടൊപ്പം ലോകപ്രശസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കുറേ ആഗ്രഹങ്ങളോടൊപ്പം കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ ആർക്കിടെക്റ്റ് എന്നുള്ളതിനെക്കാട്ടിലും അതിനോടൊപ്പം തന്നെ എന്താ പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ,
ഒരു ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി മീൻസ് ലൈക്ക് ഒരു ഇൻഡസ്ട്രി എന്നുള്ളതിനേക്കാട്ടിൽ ഉപരി നമ്മൾ വിട്ടുപോയിട്ടുള്ള നമ്മുടെ പഴയ പല രുചികളും ഉണ്ട്. അപ്പം അതിനെയൊക്കെ ലോകത്തിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഫുഡ് സെക്ഷൻ ഇന്റർനാഷണൽ ഉണ്ട്, അതുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു തവണ ജെഫിനുമായിട്ട് തന്നെ ചിന്തിച്ചെന്ന് തോന്നുന്നു, പല രീതിയിൽ ഇപ്പം പല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഈ പറഞ്ഞ ദൈവങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തികൾ ഒരു നമ്മുടെ സമൂഹത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത അതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുക. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ബാക്കിയുള്ള ഏതിലാണെങ്കിലും കുറെ ആൾക്കാർ, നമുക്ക് കുറെ തലമുറകളുണ്ടല്ലോ ബാക്കിലോട്ട് നോക്കുമ്പോൾ. അപ്പൊ അതൊക്കെ ഒന്ന് ഷൂട്ട് ഔട്ട് ചെയ്ത് ആൾക്കാരിലോട്ട് എത്തിക്കുക, പുതിയ രീതിയിൽ എത്തിക്കുക. അപ്പൊ അതൊരു എന്റർടൈൻമെന്റിന്റെ ഒരു സൈഡായി. ആ ഒരു ഫിലിം വ്യത്യസ്തമായിട്ടുള്ളൊരു മ്യൂസിക് വീഡിയോസ് ഇറക്കുക, റീൽസുകൾ. ആക്ച്വലി നാടക നടൻ കൂടിയല്ലേ താങ്കളൊക്കെ? നാടകം എന്നല്ല, എൻ്റെ പള്ളിയിൽ നാടകത്തിൽ നല്ല രീതിയിൽ ഞാൻ ഇതായിട്ടുണ്ട്. പിന്നെ റോഡിലൊക്കെ തെരുവ് നാടകം എന്നല്ല, നമ്മുടെ ഒരു കഥാപാത്രത്തെ ഞാൻ റോഡിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വേറൊരു സൈഡിൽ നമുക്ക് കിട്ടുന്ന ഒരു നമ്മുടെ എനർജി നമ്മൾ അവിടെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആ ഒരു തരത്തിൽ എൻ്റർടൈൻമെൻറ്റ്, ഫുഡ്, അതുപോലെ കൺസ്ട്രക്ഷൻ, പിന്നെ ഫിലിം, അങ്ങനെ എന്താ പറയുക, എല്ലാം കൂടി ഒരു കോർഡിനേറ്റ്, എല്ലാം കൂടെ കുടക്കീഴിൽ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിമായിട്ട് M3 ഇന്റർനാഷണൽ എന്നുള്ള രീതിയിലേക്ക് അതിനെ മാറ്റുന്നു. പല രീതിയിലുള്ള പ്രൊഡക്ഷൻസ്, അങ്ങനെ. ഇപ്പോൾ എനിക്ക് എല്ലാം കൂടി ഇപ്പോൾ തുറന്നു പറയാൻ പറ്റത്തില്ല. ഉടൻ തന്നെ നമ്മുടെ 2 വ്യത്യസ്തമായിട്ടുള്ള 2 പ്രൊജക്റ്റുകൾ നമ്മൾ കേരളത്തിൽ അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ KB ഗണേഷ് കുമാർ ഇപ്പോഴത്തെ മിനിസ്റ്ററുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ വിയറ്റ്നാമിൽ പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ വിദേശ യാത്രകൾ നമ്മൾ നടത്തുന്ന സമയത്ത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു ചെറിയ സാധനത്തെ എന്തൊക്കെയോ ആക്കി എങ്ങനെയൊക്കെ നമ്മളെല്ലാവരും അവിടെ ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് ഇതിനെക്കാട്ടിലും എന്തോ സെറ്റപ്പ് എൻ്റെ സാധനങ്ങൾ എൻ്റെ നാട്ടിലുണ്ട്. പക്ഷെ അതൊന്നും ആരും കാണുന്നുമില്ല. അത് എല്ലാവരും കാണുന്നുണ്ട്, പക്ഷെ അതൊരു ലോകത്തിൻ്റെ മുന്നിലേക്ക് അതിനെ കാണിക്കുന്നില്ല, അതിനെ ഷോക്കേസ് അല്ലെങ്കിൽ അതിനൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വിദേശ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടുന്ന കുറേ നീഡ്സ് ഉണ്ട്. ഇതൊന്നും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളിതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇത്ര ആളിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുകയും കൂടെ ചെയ്താലോ. അപ്പോൾ അങ്ങനെ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ വിപ്ലവം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള കുറച്ച് പ്രോജക്ട്സുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് കേരള ഗവൺമെൻറ്റുമായിട്ടുള്ളൊരു ഡിസ്കഷനിൽ അതെ അങ്ങനെ 1-2 ഡിസ്കഷൻസ് കഴിഞ്ഞു. അപ്പോൾ അതിന് ഗവൺമെൻറ് തലത്തിലേക്ക് അതിനെ കൊണ്ടുവന്നതിന് ശേഷം കേരളത്തിനെ മാർക്കറ്റ് ചെയ്യുക. നമുക്ക് ഫണ്ടുകൾ ഇപ്പോൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലും മസ്കറ്റിലും ദുബായിലും അബുദാബിയിലും ഒക്കെ പോയിട്ടുള്ള ആൾക്കാരുടെ ഫണ്ട് ഇവിടെ തരുന്നുണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവരും കാനഡ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഫണ്ടൊന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഇത്രയും മനോഹരമായിട്ടുള്ള ഈ നാട് ആസ്വദിക്കാനും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെയുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് കേരളത്തെ ഒരു എന്താ പറയുന്നത് ഒരു ബ്രാൻഡാക്കി നമ്മൾ ഇന്ത്യയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇന്റർനാഷണലിന്റെ ഒരു കയ്യൊപ്പിലൂടെ. അതെ M3 ഇന്റർനാഷണൽ ആ ഒരു രീതിയിൽ വൈഡായിട്ട് നമ്മളതിനെ, അതൊക്കെയാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ. എനിക്ക് എൻ്റെ പവർ അല്ലെങ്കിൽ എൻ്റെ ഒരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മുമ്പ് എൻ്റെ മേശിയുടെ കാര്യം പറഞ്ഞു. എനിക്ക് അങ്ങനൊരു ടീം ഉള്ളതുപോലെ എന്തും നേരിടാൻ എൻ്റെ കൂടെ കുറേ ചെറുപ്പക്കാർ പിള്ളേരുണ്ട്. അവരെൻ്റെ വലിയൊരു അസറ്റാണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത് മാറ്റി ഇത് തല തിരിച്ച് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്തോന്ന് പറഞ്ഞാൽ മതി, അത് സെറ്റ് ചെയ്യാൻ എൻ്റെ കൂടെ ഇപ്പോൾ ഭയങ്കര നമ്മളെ ഇങ്ങനെ അവർ ചെറുപ്പം തൊട്ടേ നമ്മളെ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ. ഇപ്പം നമ്മളെ പലരും പറയുന്നുണ്ട് ചെറുപ്പക്കാർ പിള്ളേർ ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ കൂടെ ഒരു സലീം കുമാറിൻ്റെ ഒരു
പക്ഷേ അങ്ങനല്ല, ഇപ്പം നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ +1 +2 പോകുന്ന കുട്ടികൾ പോലും അവിടെയൊക്കെ ചെന്ന് പല ജോലികളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്ന കുറേ പ്രൊജക്ട്സുകൾ നടത്താൻ ഒരു വലിയ ഒരു ടീം, നല്ല ബോധ്യമുള്ള നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ഒരു കുറേ അധികം യുവാക്കൾ എൻ്റെ കൂടെ ഉണ്ട്. അവരെന്തിനും തയ്യാറായിട്ട് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഫേം ആണല്ലോ. കാരണം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കുകയും മനസ്സിലുള്ള ആൾക്കാർ, അങ്ങനത്തെ ഉള്ള ആൾക്കാരെ എൻകറേജ് ചെയ്യുന്ന ഒരു ഫേമാണ് തീർച്ചയായിട്ടും. അങ്ങനെ അല്ലാതെ എനിക്ക് വളരാൻ പറ്റില്ല. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്ക് പല ആൾക്കാർ അവസരങ്ങൾ തന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആയത്. അതുപോലെ ഞാൻ ഒരുപാട് പേർക്ക് നമുക്ക് ദാനമായിട്ട് കിട്ടിയതിന് ദാനമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാൻ എനിക്ക് കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് പേർക്ക് ഞാനത് ഓപ്പൺ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എനിക്ക് വളരാൻ പറ്റത്തില്ല. എനിക്കെന്നല്ല, ഈ കമ്പനിക്ക് വളരാൻ പറ്റത്തില്ല. ഈ കമ്പനി വളരുന്നത് ഇപ്പോൾ എൻ്റെ നാടിൻ്റെ ആവശ്യമായി മാറ്റുക, എൻ്റെ കേരളത്തിൻ്റെ ആവശ്യമായിട്ട് മാറ്റുക. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയല്ല, M3 ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ കുറിച്ചിട്ട് ലോകത്തിൻ്റെ മുന്നിലേക്ക് തുറന്നു പറയുന്നൊരു അവസരമായിട്ട് നമ്മളിതിനെ കാണുന്നു. അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും എല്ലാം വെച്ച് തന്നെ നമ്മളത് ഇതിനെ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളതിനെ കേരളത്തിൻ്റെ മാർക്കറ്റിലേക്ക് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതതിൻ്റെ പുറകെ വരും. എന്നാലും ഞാൻ ഈ നമ്മൾ ചർച്ച ചെയ്തൊരു കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചെറുപ്പക്കാർ പിള്ളേരെ എല്ലാം ആകർഷിക്കുന്ന രീതിയിൽ വളരെ ഡിഫറെൻ്റായിട്ട്, ആർക്കും ജോലി ചെയ്യുന്നതിനൊരു നാണക്കേടൊന്നും വേണ്ട, ആ ഒരു രീതിയിൽ നമ്മളിതിനെ ഈ ടൂറിസം ആയാലും കൺസ്ട്രക്ഷൻ മേഖലയാണെങ്കിലും എന്തായാലും ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ M3 ഇന്റർനാഷണലിന്റെ കോർ തലയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കുറെ കാര്യങ്ങൾ. പിന്നെ എനിക്കിപ്പം ഏറ്റവും എടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഈ കുഞ്ഞ് പ്രായത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പറയുന്ന പോലെ ബിസിനസ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാനിതിനെ ഇതുവരെയും ബിസിനസ് ആയിട്ട് കണ്ടിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒന്നെങ്കിൽ തുടങ്ങി വെക്കാം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം, അല്ലെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യാം, ഇതൊക്കെ പറ്റും. പക്ഷേ ഇതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് കുറേ നാൾ ഒരു ലോങ് ടൈമിൽ ഇതിൻ്റെ ഔട്ട്പുട്ടിനെ പറ്റി അധികം ചിന്തിക്കാതെ ഇതിനകത്ത് നമ്മൾ എഫേർട്ട് മാത്രം ഇട്ടുകൊണ്ട് റിസ്ക് എടുക്കുന്ന ടൈമിൽ റിസ്ക് എടുത്ത് മുന്നോട്ട് വന്ന് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അത് സക്സസ്ഫുൾ ആക്കിക്കൊണ്ട് പോകുന്ന ഒരു ലെവലിലോട്ട് നമ്മളൊരാൾ എത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ വേറൊരു ടൈപ്പ് ഓഫ് എനർജി അതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം M3 ഇന്റർനാഷണൽ ആക്ച്വലി അങ്ങനത്തെ ഒരു വന്ന് എന്നുവെച്ചാൽ വളരെ എന്താ പറയുക, അതും ഈ പറഞ്ഞ യങ് ഏജിൽ നമ്മളത് അച്ചീവ് ചെയ്യാന്നുള്ളത് എപ്പോഴും ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഈ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ എൻ്റെ അടുത്ത് പരിചയപ്പെടുന്ന ആൾക്കാരും ഞാൻ ഈ പ്രൊജക്റ്റുകളെ ഇപ്പോൾ കേരളത്തിൻ്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഈ പ്രൊജക്റ്റുകളാണെങ്കിലും ഇത്രയധികം ആശയങ്ങൾ നമ്മൾ വെക്കാന്നൊരു എൻ്റെ ഈ കുഞ്ഞു പ്രായത്തിൽ, ഇപ്പോൾ ഈ കാര്യം ഈ തടിയും പൊണ്ണത്തടിയൊക്കെ ഉണ്ടെങ്കിലും ഞാനൊരു കൊച്ചു ചെറുക്കനാണ്, ഉറപ്പായിട്ട് ആ ഒരു കൊച്ചു പയ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ എന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഭയങ്കര അഭിമാനമാണ്. അതാണ് ആദ്യം വേണ്ടതല്ലേ. എനിക്ക് ഭയങ്കര അഭിമാനം എന്നെക്കുറിച്ച് ഓർത്തിട്ട്. എനിക്ക് ഇതിനിടയ്ക്ക് ഇപ്പം ഞാൻ എൻ്റെ പോസിറ്റീവ് സൈഡുകൾ മാത്രമാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇതിനിടയ്ക്ക് എനിക്ക് വിഷമം ഉണ്ടാക്കി ഒരുപാട് സംഭവങ്ങളുണ്ടോ, അതായിരിക്കും കൂടുതൽ ചിലപ്പോൾ. അതെ അതെ. ഇപ്പം കൂടുതലെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞാനിങ്ങനെ ആയത്. ഒരുപാട് ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും സപ്പോർട്ട് പരമായിട്ടാണെങ്കിലും പല രീതിയിലും ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലേ, ഇത് നീ മുന്നോട്ട് പോവോ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. ഞാൻ എന്നിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ നമ്മൾ എന്താ ബയോ എഴുതുമല്ലോ, അതിനകത്ത് ഞാൻ എഴുതി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. എന്തിനാ ഞാൻ കിടന്ന് തിളയ്ക്കുന്നതെന്ന് എനിക്ക് പോലും അറിയാമെങ്കിൽ. അവിടെ ഞാനിപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. എനിക്ക് പേഴ്സണലി ഉണ്ടായൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് മമ്മി എൻ്റെ അടുത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, എടാ തച്ചൻ തടി കണ്ട് പേടിച്ചാൽ എങ്ങനെയാന്ന്. നീ ഇത്രയും ഇപ്പം എന്നെയും കൊണ്ട് പറ്റത്തില്ല എന്ന് കണ്ട പേരൻസിൻ്റെ മുന്നിൽ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വന്ന സമയത്ത് അവർക്കും ബോധ്യമായി ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയോ ചെറുക്കൻ എന്തൊക്കെയോ പറയുന്നത് ശരിയാട്ടോ ഏട്ടാ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ അങ്ങ് സീറോ ആയി പോകും. ഈ സീറോ ആയ സമയത്ത് ഇതൊക്കെ
പണി വല്ലതും തരുമായിരുന്നു, എന്തെങ്കിലും നടക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു പോയിന്റിൽ മമ്മി എനിക്ക് പറഞ്ഞു തന്നൊരു പോയിന്റാണ്, തച്ചൻ തടി കണ്ട് പേടിച്ചാൽ എങ്ങനെ. തച്ചന് ഉളിയും ചുറ്റിയാലും മതി, ഈ രണ്ട് സാധനം ഇത്രയും വലിയ തടി വന്ന് വിചാരിച്ച കാര്യമല്ല. അങ്ങനെ എനിക്കൊരു അമ്മയുണ്ട്, അതുപോലെ തന്നെ പപ്പയുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, ആക്ച്വലി ജിജോ മോൻ സിംഗിൾ അല്ല, മാരീഡ് ആണ്. ഓക്കെ, എല്ലാവരുടെ വിചാരമുണ്ട് ഈ പറഞ്ഞ യങ്ങാന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ മാരീഡ് ആണ്. സോ അതൊരു വേറെ ടേണിംഗ് പോയിന്റ് ആണ് വലിയൊരു ലൈഫിൽ. കാരണം ഞാൻ നിങ്ങളുടെ ഇത് ഫോട്ടോസ് കാണുമ്പോഴാണെങ്കിലും നിങ്ങളുടെ പല പല കാര്യങ്ങൾ, ഇത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ മനുഷ്യൻ. ഞാൻ ഇപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത് ഈ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നവർ കുടുംബത്തിനൊന്നും ഒരു നോട്ടവും ഇല്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബജീവിതം ഭയങ്കര ലോസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ആയിരിക്കും എന്നൊക്കെയാണ് പല ആൾക്കാർ ചിന്തിക്കുന്നത്. ഈവൻ ബിസിനസ് നടത്തുന്ന ഒരു ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പെണ്ണുപോലും കൊടുക്കൂല. അങ്ങനത്തെ ഒരു റിയൽ ആയിട്ടുള്ള ഫാക്റ്റ് ആണ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജിയാ സ്റ്റീൽ ഹൗസിൻ്റെ വീട് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഞാൻ ഇനി ഒരു കല്യാണമൊക്കെ കഴിക്കണം കേട്ടോ. പുള്ളിക്ക് ഞാൻ ഈ 3D ഒക്കെ വരച്ചിട്ട്, പുള്ളിക്കെന്നല്ല എല്ലാവർക്കും ഞാൻ ഈ പ്ലാനൊക്കെ അയച്ചു കൊടുക്കുന്നത് രാവിലെ 4 മണിക്ക് 5 മണിക്കൊക്കെ. കാരണം നമ്മൾ രാത്രി ഇരുന്ന് വരച്ചിട്ട് രാവിലെ കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് ഉറങ്ങുക. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു മോനെ, കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും കേട്ടോ, പിന്നെ നീ 10 മണി തൊട്ട് 5 മണി വരെ നീ അയക്കത്തുള്ളൂ, പിന്നെ നീ വിളിച്ചാൽ ഫോൺ പോലും എടുക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പലരും പറയുന്നുണ്ടെങ്കിലും പുള്ളി എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. എന്തെന്നറിയോ, M4 മാട്രിമോണിയിൽ നീ ഒരു അക്കൗണ്ട് എടുത്തിട്ട് എന്നിട്ട് നീ ഇങ്ങനെ കുറച്ച് പിള്ളേരെയൊക്കെ നോക്കി വെക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പുള്ളി, ഞാൻ പറയും എന്തിനാ വെച്ചാൽ കല്യാണമൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കും. അല്ലടാ മോനെ, നീ ഒന്ന് എടുക്കണം, നീ എടുത്തിട്ട് പോയ എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചിട്ട് അച്ഛൻ തന്നെ അതിനകത്തൊരു ഈ ആപ്പ് അങ്ങ് ഡൗൺലോഡ് ചെയ്തു. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി ഫേസ്ബുക്കിൽ നോക്കുന്നതിനെക്കാട്ടിലും നല്ല രസമുണ്ട് വായനൊക്കെ. കല്യാണം കഴിക്കണേ എന്ന്, കല്യാണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് കുറേ പെൺപിള്ളേർ കിടക്കില്ലേ. അപ്പോൾ അതിങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങി. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളെ ആർക്കും വേണ്ടെന്നുള്ളൊരു ഞാൻ വല്ല എന്തോ സംഭവം എന്ന് പറഞ്ഞ് നടന്ന സമയത്ത് ഒരൊറ്റ ഇൻട്രസ്റ്റ് പോലും നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല. പിന്നെ നാട്ടി മേശിരിപ്പണിയും കൊണ്ട് നടക്കുന്ന അവനെ ആര് പെണ്ണ് കൊടുക്കാനാ എന്നുള്ള രീതിയിലുള്ള കമ്പോളട്ടൊക്കെ എങ്ങനെയുള്ള രീതിയിൽ അത് അങ്ങനെ പോന്നു. ഞാൻ ഒരു ഒറ്റ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളൂ. അവിചാരിതമായിട്ട് എനിക്കൊരു ഫേസ്ബുക്കിൽ നമ്മുടെ മാട്രിമോണി സൈറ്റിൽ എനിക്കൊരു റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്നു. അപ്പം ഒരു റിക്വസ്റ്റ് ഇങ്ങോട്ട് വന്നതിൻ്റെ പേരിൽ ആരാ എന്തുവാന്നൊന്നും നോക്കാതെ ഞാൻ തിരിച്ചതങ്ങ് ഈ റിക്വസ്റ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഞാനന്ന് ഈ പൈസയൊക്കെ അടച്ചിട്ട് നിൽക്കുന്ന സമയമാണ് M4. അപ്പോൾ ഞാൻ തിരിച്ച് അതിനിടയ്ക്ക് M4കാരായിട്ട് വിളിച്ച് പൂരാടി കിടക്കുന്നുണ്ട്. എന്തുപാടെ ഇതിനകത്ത് ഒരാൾ പോലും ഇല്ലല്ലോ, എന്നെ ഇഷ്ടപ്പെടുന്ന ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിളിച്ച് സങ്കടമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് വിളിക്കുന്നു. അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജെഫിനറിയാമല്ലോ ഞാനൊരു ഓർത്തഡോക്സുകാരനാണ്. എനിക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് അയച്ച കുട്ടി മർത്തോമാക്കാരിയാണ്. അപ്പം ഇൻട്രസ്റ്റ് അയക്കുന്നു. അപ്പം ഞാൻ തിരിച്ച് വിളിക്കുന്നു. അവരെ അങ്ങോട്ടങ്ങ് വിളിച്ച്, എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ടങ്ങ് വിളിച്ചേക്കാം. അപ്പോൾ ഈ M4ൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കാണിക്കത്തുള്ളൂ. അപ്പം ഞാൻ കൊല്ലത്തുള്ള ഏതോ ഒരു പെണ്ണെന്നുള്ള രീതിയിലാണ് റിപ്ലൈ ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ ഉടനെ അവിടുത്തെ അമ്മയാണ് ഫോൺ എടുത്തത്. അമ്മ എടുത്ത് പൊണ്ണു, ഞാൻ എൻ്റെ മൂത്ത മോടെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഒരു മിനിറ്റ് ഇപ്പം ശരിയാക്കി എന്ന് പറഞ്ഞേ. അതുപോലെ ചേച്ചി ഇങ്ങനെ, ഹലോ, ഞാൻ ഇതുപോലെ M4 ഒരു ഇൻട്രസ്റ്റ് കണ്ടിട്ട് ഞാൻ അങ്ങോട്ടൊരു തിരിച്ചൊരു റിപ്ലൈ തന്നിരുന്നു, അതിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ തന്നെയാണ് മണവാളൻ, എല്ലാം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കുവാണേ. അപ്പോൾ ഉടനെ എവിടാണ് വീട്? ഞാൻ പറഞ്ഞു കൊട്ടാരക്കരയിലാണ് വീട്. ഞാൻ പറഞ്ഞു വടകോട് എവിടെ? വടകോട്ട് എവിടെ? അണ്ണേ ഞാൻ പറഞ്ഞു വടകോട്ട് ഇതുപോലെ ഓർത്തഡോക്സ് പള്ളിയുടെ അടുത്താണ് വീട്, കൊച്ചുവിള എന്നൊക്കെ പറഞ്ഞു. അണ്ണ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് എവിടാ? ഞങ്ങളുടെ വീടും കൊട്ടാരക്കര. ഞാൻ പറഞ്ഞു കൊട്ടാരക്കര എവിടെ? കൊട്ടാരക്കര ചെങ്ങമ്മനാടെന്ന് പറഞ്ഞു. ചെങ്ങമ്മനാട്ട് എവിടെ?
ചെങ്ങമനാട്ട് ഇതുപോലെ സ്ലീബാച്ചൻ എന്നിങ്ങനെ പറയും. സ്ലീബാച്ചൻ്റെ മോളാണ്. നമ്മൾ അറിയുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ സ്ലീബാച്ചൻ എന്നുള്ള പേര് ഇച്ചിരി ഒരു പ്രമുഖമായിട്ടുള്ളൊരു അങ്ങനെയുള്ള രീതിയിൽ വെച്ചിട്ട് ജേക്കബ് എന്ന് നമ്മുടെ പള്ളിയിലൊരു അച്ഛനുണ്ട്. അച്ഛൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓൺ ദ സ്പോട്ടിൽ തന്നെ പുള്ളിയെ വിളിച്ചു. അപ്പോൾ വടകോടം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ എൻ്റെ സുബിയുടെ വീട്ടിൽ നിന്നും ജേക്കബ് ചാനെ വിളിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടാകുന്നു. ഇതിനകത്ത് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുവാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണ്. ഞങ്ങളെന്തോ അങ്ങളെയും പെങ്ങളും ആണെന്നാണ് ഇപ്പോഴും എവിടെ ചെന്നാലും പറയുന്നത്. പക്ഷേ ഇതൊരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് നടന്നൊരു സംഭവമാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു കറക്റ്റ് ഒരു സ്ട്രേഞ്ചേഴ്സ് ആണ്. അങ്ങനെ ശനിയാഴ്ച പെണ്ണ് കാണാൻ വരുന്നു. രാവിലെ ഇങ്ങോട്ട് വരുന്നു, വൈകിട്ട് അങ്ങോട്ട് പോകുന്നു. ആദ്യമായിട്ട് ഞാനവിടെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോഴും ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ട് കെട്ടിക്കണം എന്നുള്ള നാട്ടിലെ എല്ലാവരുടെയും ചിന്താഗതിയോടുകൂടി നടക്കുന്ന പേരൻസ്, ഞാൻ ആഗ്രഹിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ഞാൻ സ്വപ്നം കാണുന്നതിനെക്കാട്ടിലും മുന്നേ സ്വപ്നം കാണാനും അത് ഇപ്പം പലരും എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് നിൻ്റെ ചാട്ടമൊക്കെ അങ്ങ് തീരും എന്ന് പറഞ്ഞു. പക്ഷേ ജഗമൊന്നും കാണത്തില്ല. കല്യാണം കഴിഞ്ഞത് പിന്നാണ് എൻ്റെ ചാട്ടം തുടങ്ങിയത്. ശരിക്കും പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ കൂടെ ചാടാൻ എന്നെക്കാട്ടി കെൽപ്പുള്ളൊരു എൻ്റെ അത്ര ഉള്ളൊരു ഐസക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊരു എൻ്റെ ഫ്രണ്ട്, എന്താണ് നിൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞത് എന്തോ എനിക്കിഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ കണ്ണാടിയിലോട്ട് നോക്കുമ്പം എന്താണോ കാണുന്നത് അതാണ് പുള്ളിക്കാരത്തി. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേറെ ജെഫൻ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണ്. അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയതും ഇപ്പോഴും ഞങ്ങളുടെ അത്ഭുതം അതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് M3 ഇൻ്റർനാഷണൽ എന്ന് ഞാൻ കണ്ടൊരു സ്വപ്നം എന്നെക്കാട്ടിലും വൈഡായിട്ടും വളരെ മനോഹരമായിട്ടും ഞാൻ ചിന്തിക്കുന്നതിലും അപ്പുറം ചിന്തിക്കുന്നൊരു മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയുന്നത്. മാസ്റ്റർ ബ്രെയിൻ ഓഫ് ദി ബ്രെയിൻ. അല്ല ഈ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഞങ്ങൾ ഭയങ്കര നോർമൽ കപ്പിൾ അല്ലല്ലോ, വേറൊരു ടൈപ്പ് ഓഫ് കണക്ഷൻ ഒരു സംഭവമാണ്. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയണം. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു അടി ഉണ്ടാക്കിയിട്ടാണ് അറിയുന്നത്. ഞങ്ങൾ പൂര അടിയാണ്. പക്ഷേ അടിയാണെങ്കിലും ഞങ്ങൾ ഭയങ്കര വിഷയമാണ്. മറ്റേ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം നമുക്കത് പുറത്തൊരാളോട് അത് മറ്റേ നമുക്ക് ഒരു പടം വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, മനസ്സിലാക്കാൻ പറ്റും. പറയുന്നതിലും അപ്പുറം എൻ്റെ എല്ലാം ഭാര്യ. വൈഫിന്റെ പേരെന്താണ്? സുബി സ്ലീബാച്ചൻ എന്നാണ്. വൈഫ് മാത്രമല്ല, വൈഫിന്റെ പപ്പ, ആ ഒരു ഫാമിലി മൊത്തം. അത് വേറൊരു സംഭവമല്ല. കാരണം നിങ്ങൾ അത്രയും നാളും ഒരു ഫാമിലി തന്നെ നിന്ന് പിന്നെ നമ്മൾ കല്യാണം കഴിച്ചപ്പോൾ വേറൊരു ഫാമിലിയും. ഞാൻ അവിടെ ചെന്നപ്പോഴേ അവരെല്ലാരും എന്നെ നോക്കിയിട്ട് ഇവൻ ഇവിടുന്ന് ഇറങ്ങി എങ്ങാണ് പോയതാണ്. കാരണം അവരെല്ലാരും എഴുന്നേക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അടുക്കളയിൽ പോയിരിക്കുക, ഇവിടെ ഒന്നും ഇല്ല കഴിക്കാൻ. ഇവൻ ഈ വീട്ടിൽ തന്നെ ഉള്ള. അതെ, ഞങ്ങളുടെ വീട്ടിലും അതേപോലെ തന്നെ ആയിരുന്നു. സുബി ടീച്ചറാണ്, മൗണ്ട് താബോർ സ്കൂളിലെ ടീച്ചറാണ്. സ്ഥലം എവിടെയാണത്? പത്തനാപുരം മൗണ്ട് താബോറിലെ ടീച്ചറാണ്. അപ്പൊ രാവിലെ ജോലിക്കോട്ട് പോകുമ്പോ ഇത്രയും നാള് ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാൾ പോയിട്ടുണ്ട്, എന്ത് സംഭവം ഇവിടുന്ന് എന്താ ഇവിടെ സംഭവിച്ചത്? ഞാനും ആണെങ്കിൽ ഈ മുറിയിൽ വേണ്ടൊരു പെൺകൊച്ചൊക്കെ വന്ന് ആണുങ്ങളുള്ള ഒരു വീട്ടിലല്ലേ അത്. ഞങ്ങളുടെ വീട്ടിൽ മൊത്തം അമ്മ ഒരു പെണ്ണാന്നൊന്നും അല്ല. ഞാനാണെങ്കിൽ വീട്ടിലിങ്ങനെ പറയുമ്പോൾ മമ്മി നമുക്കൊരു പട്ടിയെ മേടിക്കണമെന്ന് പറയുമ്പോൾ മമ്മി പറഞ്ഞു ഇവിടെ ഉള്ള 3 പട്ടികളെ കൊണ്ട് എനിക്ക് സഹിക്കാൻ. ആ ഒരു രീതിയിൽ ഒരു പെൺകുട്ടി, ചേട്ടൻ്റെ വൈഫുണ്ട്, ചേച്ചിയുണ്ട്, പക്ഷെ അവരെല്ലാരും മസ്കറ്റിലാണ്. ഒരു വീട്ടിലാത്ത നമ്മൾ സ്ഥിരം അങ്ങോട്ട് കാണുന്നില്ല. എല്ലാം ഈ കുന്നന്മാരുടെ കൂട്ടത്തിലൊരു പെൺകുട്ടി വരുന്നു. അമ്മയെ നമ്മളൊരു പെൺകുട്ടിയായിട്ട് കാണുന്നില്ലല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ കടന്നു വരികയും, ഞാൻ പറഞ്ഞല്ലോ M3 ഇൻ്റർനാഷണലിൻ്റെ എല്ലാ സ്വപ്നങ്ങളും പിന്നിൽ ഇപ്പോൾ എൻ്റെ എനിക്കൊരിക്കലും എൻ്റെ വൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, എൻ്റെ കൂട്ടുകാരി പറയാൻ പറ്റത്തില്ല, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എൻ്റെ എന്തൊക്കെയോ ആണ്. അങ്ങനെ ഒരു ലൈഫ് പാർട്ണറേയും കൂടെ കിട്ടിയത് കൊണ്ട് നേരത്തെ ഞാനിങ്ങനെ ഒരു 100 മൈൽ സ്പീഡിൽ പൊക്കോണ്ടിരുന്ന സ്ഥാനത്ത് ഞാനിപ്പോൾ ഒരു
ഒരു 10,000 മൈൽ സ്പീഡിൽ എനിക്ക് സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട്. പല കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്ന പല കാര്യങ്ങളും എന്നെ ഓർമ്മിപ്പിക്കുകയും, വൈഫെന്ന് മാത്രമല്ല ഇവൻ എൻ്റെ വീട്ടുകാർ എൻ്റെ ആ എടുത്തുചാട്ടം കണ്ട് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിനോടൊപ്പം അതെല്ലാം ശരിയാണെന്ന് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു ട്രാക്കിലെത്തി എനിക്ക് ഒരുപാട് ജീവനക്കാരെ എൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ചെറുപ്പക്കാരുടെ ഒരു വലിയ ടീം എൻ്റെ കൂടെ മുന്നോട്ട് വരുന്നു. അതിനോടൊപ്പം ഞാൻ ചിന്തിക്കുന്നതിനെക്കാട്ടിലും വൈഡായിട്ട് എൻ്റെ സ്വപ്നങ്ങൾ നടപ്പിലാക്കുവാൻ സുബിയുടെ പപ്പയുണ്ട്, സുബിയുടെ അമ്മയുണ്ട്, സുബിയുടെ ചേച്ചിയുണ്ട്, അതെ സുബിയുടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്, അളിയനുണ്ട്, അങ്ങനെ എല്ലാവരും. ഇല്ല ഞാനിപ്പോൾ എല്ലാം ചുമ്മാ കോമഡി ആയിട്ട് പറയുന്നുണ്ടെങ്കിലും അല്ല എന്തെന്ന് പറഞ്ഞാൽ ഇല്ല മോഹൻലാൽ പറയുന്ന ഡയലോഗുണ്ട്, എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. അതെ അതെ അതെ. അങ്ങനെ ഇതുണ്ടെങ്കിലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവല് ഒരുപാട് ഭയങ്കരമാണ്. ഞാൻ ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്, ഒരുപാട് വിവരക്കേടുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്തിട്ട് ഏറ്റവും അവസാനം അതൊരു പോസിറ്റീവ് സൈഡിലേക്ക് അല്ലെങ്കിൽ എന്തോ ഒരു സംതിങ്ങിലേക്ക് അത് മാറുന്നുണ്ട്. കാരണം നമ്മളൊരു വീട്ടിൽ നമ്മളൊരു വി ബോർഡ് വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്തു. ആ പാർട്ടീഷൻ ചെയ്തതിനകത്ത് പിറ്റേ ദിവസം ആയപ്പോൾ ക്രാക്കായി. അപ്പോൾ ക്രാക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ എൻ്റേതായിട്ടുള്ളൊരു സിമ്പിൾ മെത്തേഡിൽ അവിടെ ഒരു ഡിസൈൻ വർക്ക് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡിഫക്റ്റിനെ മാറ്റാൻ ഞാനിവിടെ എക്സ്ട്രാ ഒരു വർക്ക് ചെയ്തതാണ്. എൻ്റെ ആ വർക്കിൽ മാസ്റ്റർ പീസായിട്ട് മറ്റുള്ളവർ കണ്ടത് ഞാൻ ആ ഡിഫക്റ്റ് മാറ്റാൻ വേണ്ടി ചെയ്തൊരു സാധനം, ശരിക്കും ഞാൻ മറക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യം. അങ്ങനെ പല കാര്യങ്ങളിലും അതെ. അല്ല ഞാൻ പറഞ്ഞു വന്നത് ഞാനല്ലാത്ത ഒരു അദൃശ്യമായിട്ടുള്ളൊരു ഒരു പവർ നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് എൻ്റെ നമുക്ക് എല്ലാവർക്കും ഒരു ഓറ ഉണ്ടായിരിക്കാമല്ലേ, ആ ഒരു ഓറ പരിപാടി. ഓറയാണോ എന്തോന്നൊന്നും എനിക്കറിയാൻ വയ്യ, അതെന്താണെന്ന് എനിക്കും അറിയത്തില്ല. പക്ഷേ സംതിങ് നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, അതെ രാവിലെ നമ്മളിപ്പോൾ എത്ര നേരം കൊണ്ട് സംസാരിക്കും. ഞാൻ നിങ്ങളെ വിളിക്കുമ്പോഴും എനിക്ക് മറ്റേ ഉറപ്പില്ല, എനിക്കാണ് മറ്റേ സിനിമ ഇങ്ങനെ ഈ പരിപാടി തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ പറഞ്ഞിട്ട് വരുമോ. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞേ എന്റെ പൊന്ന് ചെയ്താമോനെ വന്നില്ലെങ്കിൽ പെടലി അടിച്ചാൽ തിരി. അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് നമുക്കൊന്നുമില്ല. അപ്പം നിങ്ങൾ വന്നു, നമ്മൾ എല്ലാം ഹാപ്പനിങ്ങാണ്. നമ്മളപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഡെയിലി എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ച് രാവിലെ കണ്ണ് തുറന്നു അന്നത്തെ ദിവസങ്ങൾ തീരുന്നിടം വരെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മളപ്പം. അപ്പോൾ ജിജോമോനാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരു M3 ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു സാധനം ഡെയിലി നിങ്ങളത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വളർച്ച എങ്ങനെയായിരിക്കും, അത് എവിടം വരെ എത്തും. ഞാനിപ്പോൾ ഇന്നുകൊണ്ട് കാറിനകത്ത് വന്നപ്പോഴും എൻ്റെ മാനേജറുടെ അടുത്ത് പറഞ്ഞതാണ്, അടുത്ത ഒരു വർഷം കഴിയുമ്പോൾ M3 ഇന്റർനാഷണൽ എന്തായിരിക്കണം, ഏത് തലത്തിലായിരിക്കണം. ഇന്ന് എൻ്റെ ക്ലയൻറ്റ് എനിക്ക് മെസ്സേജ് അയച്ചു, M3 ഇന്റർനാഷണൽ ഞാൻ നമ്മുടെ BB എസ്റ്റേറ്റിൻ്റെ ഒരു ഷ്രൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷ്രൈനിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ വീട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. ഇന്റർനാഷണലായി എന്നാ അബുദാബിയിലോട്ട് ചാടുന്നേ. ഞാൻ പറഞ്ഞ ചാടുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ അടുത്ത ഒരു വർഷത്തിനകത്ത് വളരും. എനിവേ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നതിൽ ഒരു അർത്ഥമില്ലാതായി പോകും. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ ആ ഒരു ഇതിനോടുള്ള ക്രേവും ഒരു ഓൾ ദ ബെസ്റ്റിനെക്കാട്ടി കൂടുതലാണ്. എൻ്റെ സക്സസ് ആയിട്ടുള്ള ഇതിന് എൻ്റെ ഫ്രണ്ട് സർക്കിള് എന്നെ വളരെ വലുതായിട്ട് എന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാനും പറഞ്ഞില്ല, എനിക്ക് ഇടയ്ക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യങ്ങൾ വന്നപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അജോ എന്നെ ഹെൽപ്പ് ചെയ്യും, ഷാനു എന്നെ ഹെൽപ്പ് ചെയ്യും, ജെർൺ എന്നെ ഹെൽപ്പ് ചെയ്യും, എൻ്റെ കൊച്ചോപ്പ എന്നെ ഹെൽപ്പ് ചെയ്യും, വൈഫ് ഇടയ്ക്കിടയ്ക്ക് പണയം വെക്കാൻ സ്വർണ്ണം ഇതെല്ലാം മറ്റേ നമ്മളപ്പോഴും മറ്റേ മോഹൻലാലിന്റെ മറ്റൊരു കോൺട്രാക്ടർ സിനിമ. അതുപോലെ എൻ്റെ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ നാടും ഈവൻ കൊട്ടാരക്കര എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ വടകോടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗ്രാമം മുഴുവൻ എൻ്റെ കൂടെ. നമ്മുടെ ഒരു അഹങ്കാരമാണ്, അതെ എൻ്റെ സ്വകാര്യ അഹങ്കാരമാണ്.
പണ്ട് ജിജോ മോൻ വടകോടെന്നായിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ അതെ ഫോണിൽ സേവ് ചെയ്താ ഞാൻ പിന്നെ അത് മാറ്റിട്ട് ജിജോ മോൻ ഞാനും ഇതൊക്കെ മാറ്റി ആർക്കിടെക്ട് കാരണം അങ്ങനെ പേരിനോട് ചേർന്ന് ഈ രാഷ്ട്രീയക്കാരാണല്ലോ പേര്, ബിസിനസ്സുകാരന് ഒരിക്കലും അങ്ങനെ പേര്. പേരിടില്ലല്ലോ. അപ്പം ആ ഒരു രീതിയിൽ വടകോടങ്ങ് മാറ്റി. വടകോടാണ് എൻ്റെ സ്വകാര്യ അഹങ്കാരം. അവിടെ നിന്നുകൊണ്ട് കൊട്ടാരക്കര എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. ആ കൊട്ടാരക്കര നിന്നുകൊണ്ട് ഞാൻ എൻ്റെ കൊട്ടാരക്കര എൻ്റെ വടകോടിനെയും കേരളത്തിൻ്റെ മുന്നിൽ ഞാൻ ലോകത്തിന് മുന്നിലോട്ട് ഞാൻ കൊണ്ടുവരും എന്നുള്ളൊരു വടകോടെന്ന് പറഞ്ഞിട്ട് ഗ്രാമത്തിൻ്റെ തന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർക്കും പ്രായമായവർക്കും റിട്ടയർഡ് ആയവർക്കും എല്ലാം തൊഴിലവസരങ്ങൾ, എൻ്റർടൈൻമെൻ്റ് ആണ് നമ്മുടെ ഇനി മെയിൻ മേഖലയിലോട്ട് നമ്മൾ മാറ്റുന്നത്. ഫുഡ് ഇൻഡസ്ട്രി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഒന്നുമില്ല. നമ്മൾ ഒരു സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ബാറിൽ പോകുന്നു, അല്ലെങ്കിൽ വണ്ടി എടുത്തുകൊണ്ട് ആ ഒരു കൊല്ലം ബീച്ച് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ഒരു 90% ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ എന്നാ പിന്നെ പോയി ഒരു ബാറിൽ പോയി രണ്ടെണ്ണം അടിക്കാറില്ല, 2 പെഗ് അടിക്കുക, സിനിമയ്ക്ക് ലിമിറ്റഡ് അല്ലേ. പക്ഷെ ശംഖുമുഖം ഇതിനപ്പുറത്തോട്ട് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞൊരു ആ ഒരു കൺസെപ്റ്റിനെ പറ്റി അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റും. അത് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളത് കേരളത്തിന് മുന്നിലത് അവതരിപ്പിക്കും. കൺസ്ട്രക്ഷൻ കമ്പനിയിലൂടെ അത് നമ്മളത് എല്ലാം നമ്മൾ ചെയ്തിരിക്കും. കാരണം ചെയ്തേ പറ്റത്തുള്ളൂ, അത് ചെയ്യണം. അപ്പൊ എനിവേ, അപ്പം ഇവിടെ വന്നതിനും എൻ്റെ ഈ ഫസ്റ്റ് പോഡ്കാസ്റ്റിൽ ഇത്രയും മനസ്സ് തുറന്ന് നമ്മുടെ തുറക്കാനുണ്ട് ഒരുപാട്. അതിന് നമുക്ക് ഇനി അടുത്തടുത്ത എപ്പിസോഡുകൾ നമുക്ക് ഉറപ്പായിട്ട് എന്താണ് നമ്മൾ എടുക്കും. കാരണം നമ്മൾ യാതൊരു തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനിലൊന്നും ഇല്ല നമുക്ക്. കാരണം എനിക്ക് തന്നെ അറിയാം, ആക്ച്വലി എനിക്ക് തന്നെ മീൻസ് എനിക്ക് ജിജോ മോൻ എന്ന് പറഞ്ഞൊരു വ്യക്തിനെ ഒരുപാട് അറിയാം. പക്ഷെ ആ ഒരു ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു തേടൈ അറിയണം. ഇപ്പം നിങ്ങൾ എന്താണ് ഞാൻ എന്താണെന്നുള്ളത് ഇപ്പൊ. കാരണം ഞാനിപ്പോ ജെഫിൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓടി വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കേരളത്തിലോട്ട് ഇതുവരെ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടില്ല, എനിക്കൊരു വെബ്സൈറ്റ് ഇല്ല. ഇതെല്ലാം ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. നമ്മുടെ മാർക്കറ്റിംഗ് മാനേജർ പറഞ്ഞ അനുസരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ആരാണ് എന്നുള്ളത് ഈ കേരളം അറിയണം. അത് ഞാൻ ഇങ്ങനെ വട്ടപൂജ്യത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ്. സെൽഫ് ബ്രാൻഡിങ് അതും കൂടെ എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ പറയുന്നെങ്കിൽ അത് ഭാര്യയും കുട്ടികളൊന്നും ആയി വരുന്ന എല്ലാ ചെറുപ്പക്കാരനാണ് ഒരു ഇൻസ്പിറേഷൻ ആവുന്നു. തീർച്ചയായിട്ടും. പിന്നെ എന്ത് പറയുന്നത്, എല്ലാവരും വളരണം. എല്ലാവരും സാമ്പത്തികമായിട്ടാണെങ്കിലും എല്ലാ അർത്ഥത്തിലും ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു അവസരങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാവണം. ചെറുപ്പക്കാർ ഈ നാട് വിട്ടല്ല, നാട് വിട്ട് പോകുന്നവരാണെങ്കിലും അവർ എക്സ്പ്ലോർ ചെയ്യാൻ കേരളത്തിലേക്ക് വരണം. ഒരു വെക്കേഷൻ ടൈമിലാണെങ്കിലും ഇവിടെ വരുമ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തിരിച്ചു വരണം. അപ്പോൾ എനിവേ, ജിജോ ജോർജ് എന്ന് പറയുന്ന ആളുടെ ആ ഒരു M3 ഇന്റർനാഷണലിലൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു പ്ലാനിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ നല്ല രീതിയിൽ നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നല്ല സെറ്റപ്പ് അല്ല വെടിപ്പായിട്ട് അങ്ങനെ നടക്കട്ടെ എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയിൽ ഞാൻ പറയുകയാണ്. അപ്പം ഈ പോഡ്കാസ്റ്റ് നമ്മൾ സാധാരണ രീതിയിലൊന്നും അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല. മറ്റേ നമസ്കാരമൊക്കെ പറഞ്ഞ പറ്റുന്നില്ല, തോന്നുന്നുണ്ടല്ലോ. അതെ, നമ്മളപ്പോൾ വിളിക്കുന്നു, 2 ക്യാമറ വെക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന പമ്പ് ഇതൊക്കെയാണ്. സോ ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇങ്ങനെയാണ്. എല്ലാവർക്കും നമ്മൾ ഓപ്പണാണ്, നമ്മൾ ജെനുവിനാന്നുള്ളത് നിങ്ങൾക്ക് ഈ പോഡ്കാസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം അതെല്ലാം കണ്ട് ഈ M3 ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ഒരു സംരംഭം അത് ഇനിയും ഒരുപാട്, കാരണം ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്, വളരെ തുടക്കമാണ്. ഇതിൻ്റെ ഇനി നെക്സ്റ്റ് ബൈ സ്റ്റേജിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ അടുത്ത ഓരോ കടമ്പകൾ ഉണ്ടാവുന്നതായിരിക്കും. പോഡ്കാസ്റ്റ് മാറി അതൊരു പരസ്യചിത്രമാകും, അത് പരസ്യചിത്രം മാറി നമ്മളൊരു ടൈക്കൂൺ ആകുമെന്നൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. അത് ഉറപ്പായിട്ട് നടക്കും. എസ്പെഷ്യലി ജിജോ ബ്രോയുടെ ഒരു ഇതിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, നന്ദി, നമസ്കാരം.